ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൻ്റെ പേര് മാത്തമാറ്റിക്കൽ ലോജിക്സ് ആൻഡ് പ്രൂഫ്സ്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്രൊപ്പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. ഒരു പ്രൊപ്പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് വിച്ച് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കണം. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റണം. ഒന്നുകിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫോൾസ് ആവണം. പക്ഷെ അത് രണ്ടും ഒരുമിച്ചാവാൻ പാടില്ല. മെയിനായിട്ട് നമ്മൾ പ്രൊപ്പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക PQRST എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് അല്ലെങ്കിൽ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് ആണോ അല്ലയോ എന്നൊന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള. തിരുവനന്തപുരം ഈസ് ദി ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇറ്റ്സ് ട്രൂ. Therefore, we can say that the truth value is T. And next one is 5 plus 1 equal to 6. 5 plus 1 6 ആണെന്ന് ഡൗട്ട് ഉണ്ടോ? അതൊരു ശരിയായ കാര്യമല്ല. അപ്പോൾ നമുക്ക് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി 3 plus 2 equal to 7. അത് ശരിയാണോ? അത് തെറ്റാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യമാണ്. Therefore, നമുക്ക് പറയുന്നത് അത് ഫോൾസ് ആണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഡു യു സ്പീക്ക് തമിഴ്? ഡു യു സ്പീക്ക് തമിഴ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അത് ശരിയാണോ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് ദി ഡോർ. ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞാൽ അതൊരു കമാൻഡ് അല്ലേ? ആ കമാൻഡിൽ നിന്ന് നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പോൾ therefore ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് 9 less than 6. 9 less than 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്കറിയാം ഫോൾസ് ആണെന്ന്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ണൂർ ഈസ് ഇൻ കൊറിയ, അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രൊപ്പൊസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊപ്പൊസിഷന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ട്രൂത്ത് വാല്യൂ. ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊപ്പൊസിഷൻ, അതായത് എനി പ്രൊപ്പൊസിഷൻ ട്രൂ ആണെങ്കിൽ ദെൻ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ T ഓർ 1. ഇനി ഏതെങ്കിലും ഒരു പ്രൊപ്പൊസിഷൻ ഫോൾസ് ആണെങ്കിൽ ദെൻ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ F ഓർ 0. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിളർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മളെന്ത് പറയുക? സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ പ്രൊപ്പൊസിഷൻ ഓർ പ്രിമിറ്റീവ് പ്രൊപ്പൊസിഷൻ ഓർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് കനോട്ട് ബി ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു സിമ്പിളർ സ്റ്റേറ്റ്മെൻറ്റ് ആർ കോൾഡ് സിമ്പിൾ പ്രൊപ്പൊസിഷൻ. ഓക്കെ ആണോ? എക്സാമ്പിളായിട്ട് സൺ ഈസ് ഷൈനിങ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിളർ സെൻറ്റൻസ് ആക്കി അല്ലെങ്കിൽ സിമ്പിളർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ therefore ഇറ്റ്സ് എ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഈവൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. ഈവൻ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് എന്താ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് റെയിനിങ്, ഒന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് എന്ത് എക്സാമ്പിളായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോംഡ് ഫ്രം 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് കണക്റ്റീവ് വേർഡ്സ്. കണക്റ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അതാണ് എന്ത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ ഒരു പ്രത്യേകമായിട്ടൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, കണക്റ്റീവ് വേർഡ്സ്. കണക്റ്റീവ് വേർഡ്സ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആൻഡ്, ഓർ, ഇഫ്, ദെൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, എക്സ്ക്ലൂസീവ് ഓർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് കണക്റ്റീവ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യുന്നത്. ഇനി എക്സാമ്പിളായിട്ട് നോക്കിയേ, സൺ ഈസ് ഷൈനിങ് ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ലോ. ഇവിടെ എന്താ 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സൺ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഹ്യൂമിഡിറ്റി ഈസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് വി കമ്പൈൻ ദീസ് 2 ബൈ യൂസിങ് ദ വേർഡ് ആൻഡ്. അപ്പോൾ ഇവിടെ ആൻഡ് ആയിരിക്കും എന്ത് നമ്മളെ കണക്റ്റീവ് വേർഡ്. നെക്സ്റ്റ് വൺ ഈസ് ഇഫ് ഐ ആം ഹംഗ്രി ദെൻ ഐ വിൽ ഈറ്റ്. ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇഫ് ദെൻ. ഇഫ് ഐ ആം ഹംഗ്രി ദെൻ ഐ വിൽ ഈറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ കണക്റ്റീവ്സ്. ലോജിക്കൽ കണക്റ്റീവ്സ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രൊപ്പൊസിഷനെ
ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ വേർഡ്സ് ആൻഡ് സിമ്പിൾസിനാണ് നമ്മൾ എന്ത് പറയുക, ലോജിക്കൽ കണക്റ്റീവ്സ്. ദാറ്റ് മീൻസ് ലോജിക്കൽ കണക്റ്റീവ് ഈസ് ദി particular words and symbols used to join two or more proposition into a single composite or compound proposition are called logical connectives. Clear ആണോ? ഇനി നെക്സ്റ്റ് വൺ ഈസ് ബേസിക് കണക്റ്റീവ്സ് ആൻഡ് ട്രൂത്ത് ടേബിൾ. ബേസിക് കണക്റ്റീവ്സ് ആൻഡ് ട്രൂത്ത് ടേബിളിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞു എന്തൊക്കെ ലോജിക്കൽ കണക്റ്റീവ് വേർഡ്സ് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ നെയിംസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലോജിക് കണക്റ്റീവ് വേർഡ്സ്, ലോജിക്കൽ കണക്റ്റീവ്സ്, സിമ്പിൾസ്. ആദ്യത്തെ ലോജിക്കൽ കണക്റ്റീവ് വേർഡാണ് ആൻഡ്. ആൻഡിന് നമ്മൾ പറയുന്ന ലോജിക്കൽ കണക്റ്റീവിൻ്റെ പേരാണ് എന്ത്, കൺജങ്ഷൻ എന്ന് പറയും. സിമ്പിൾ ആ വി തല തിരിച്ചിട്ടതാണ് എന്ത്, സിമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വേർഡ് ഓർ. ഓറിൻ്റെ പേര് ഡിസ്ജങ്ഷൻ, സിമ്പിൾ വി. ഇനി അടുത്തത് നോട്ട്. നോട്ടിന് നമ്മൾ നെഗേഷൻ എന്ന് പറയും. നെഗേഷൻ്റെ രണ്ട് സിമ്പിൾ പറയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് രണ്ട് സിമ്പിളും കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇറ്റ്സ് എ നെഗേഷൻ എന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ഇഫ് ദെൻ. ഇഫ് ദെന്നിന് നമ്മൾ പറയുക കണ്ടീഷണൽ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയും. സിമ്പിൾ ഏരോ മാർക്ക്. നെക്സ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കണ്ടീഷണലാണ്. ബൈ കണ്ടീഷണൽ നമുക്ക് രണ്ട് സൈഡിലോട്ട് ഏരോ വരികയാണെങ്കിൽ ഇറ്റ്സ് ബൈ കണ്ടീഷണൽ. ഇനി അടുത്തത് എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഓറിന് ഒരു സിമ്പിളും കൂടി ഉണ്ട്. ഇങ്ങനെ നമ്മൾ പ്ലസ് ഇട്ടിട്ട് ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതും എക്സ്ക്ലൂസീവ് ഓറാണ്. ഓക്കെ അല്ലേ? രണ്ട് രീതിയിലും, ഒന്നുകിൽ വീൻ്റെ താഴെ ഒരു ബാർ വരികയാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ഓറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലസിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക, ചെറിയൊരു റൗണ്ട്. ഇനി എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ എന്നാണ് അതിന് പറയുക. അതായത് ഓറിൻ്റെ പേര് എന്തായാലും ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ. സിമ്പിൾ ഒന്നുകിൽ ഈ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഈ സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഓരോന്നിൻ്റെയും ഓരോ കണക്റ്റീവ്സിൻ്റെയും ട്രൂത്ത് ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇതുവരെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്ന ഈ 6 ലോജിക്കൽ കണക്റ്റീവ്സിൻ്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിക്കണം. ആ എക്സാമ്പിളും പഠിക്കണം. അതായത് എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നത് കൂടി പഠിക്കണം. അത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് വരിക. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പറയുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഈസ് കൺജങ്ഷൻ. കൺജങ്ഷന് നമ്മൾ പറയുന്നത് ആൻഡ് എന്ന് പറയും. ആ സിമ്പിളും ഞാനവിടെ നോട്ട് ചെയ്തു. രണ്ട് പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആൻഡ്. ക്ലിയർ ആണോ? അത്രയേ ഉള്ളൂ ഇവിടെ കൺജങ്ഷൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ. ആൻഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് രണ്ട് പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുക, കൺജങ്ഷൻ. അതായത് എനി ടു പ്രൊപ്പോസിഷൻ ക്യാൻ ബി കമ്പൈൻഡ് ബൈ ദ വേർഡ് ആൻഡ് ടു ഫോം എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഈസ് സെറ്റ് ടു ബി ദ കൺജങ്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ട്രൂത്ത് ടേബിളിലോട്ട് പോവാം. നമ്മൾ രണ്ട് പ്രൊപ്പോസിഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ട് കണക്റ്റീവ്സിന്, അതായത് രണ്ട് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിന് ഓൾമോസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പി ക്യു ആർ എസ് ടി. അപ്പോൾ രണ്ടെണ്ണത്തിന് പറയുമ്പോൾ നമുക്ക് പിയും ക്യൂവും എടുക്കാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഞാൻ പി എഴുതി, ക്യൂ എഴുതി. ഇപ്പോൾ രണ്ടെണ്ണമാണ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്പർ ഓഫ് വേരിയബിൾസാണ്. പിയും ക്യൂ അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയായിരിക്കും? 2. അപ്പോൾ നമ്പർ ഓഫ് റോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 raised to നമ്പർ ഓഫ് വേരിയബിൾസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് റോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 raised to 2. അതായത് പി ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാളുള്ളത് കൊണ്ടാണ് 2 raised to 2. 2 square എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ആ ഒരു ടേബിളിൻ്റെ അകത്ത് 4 റോസ് ഉണ്ടാകുമെന്നും ആദ്യം മനസ്സിലാക്കുക. ഇനി പി ക്യൂ എന്ന് പറഞ്ഞാൽ ആ കോളം നമുക്ക് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ്? 4 റോ ഉണ്ടെങ്കിൽ ആകെ നമുക്ക് ഇവിടെ അറിയാം വി ഹാവ് ഓൺലി 2 ട്രൂത്ത് വാല്യൂസ്. ഏതൊക്കെയത്? ട്രൂ ആൻഡ് ഫോൾസ്. അപ്പം 4 എണ്ണം വരികയാണെങ്കിൽ, 4 റോ വരികയാണെങ്കിൽ പകുതി ട്രൂ ആൻഡ് പകുതി എന്തായിരിക്കും? ഫോൾസ്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം ട്രൂവും അടുത്ത 2 എണ്ണം ഫോൾസും കൊടുക്കുക. അതാണ് എന്ത്? പി എന്ന് പറഞ്ഞ കോളത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ക്യൂയിലേക്ക് എഴുതുമ്പോൾ ഇവിടെ നോക്കി, നമ്മൾ 2 എണ്ണം സ്പ്ലിറ്റ് ചെയ്തേ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇനി ഈ രണ്ടെണ്ണത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2ൻ്റെ പകുതി എന്താ? 2ൻ്റെ ഹാഫ് 1 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ട്രൂ ഒരു ഫോൾസ്, ഒരു ട്രൂ ഒരു ഫോൾസ്. ആ രീതിയിലാണ് നമ്മൾ കോളം ഫില്ല് ചെയ്യുക. ഇനി ആൻഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. പിയും ക്യൂവും നമ്മൾ തന്നെ എഴുതണം. അതായത് നമുക്കറിയാലോ 2 ട്രൂത്ത് വാല്യൂസ് ആണ് വരുന്നത്. അതിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ എഴുതി.
ഇനി പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുക എങ്ങനെയാണ്? പി ആൻഡ് ക്യൂ. അപ്പോൾ ഇനി അങ്ങനെയാണ് വായിക്കുക, പി ആൻഡ് ക്യൂ. അപ്പോൾ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ട്രൂ ദെൻ പി ആൻഡ് ക്യൂ ഈസ് ട്രൂ. അതായത് പിയും ട്രൂ ആണ് ക്യൂവും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്തായിരിക്കും? ട്രൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക, രണ്ടും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്തായിരിക്കും? ട്രൂ. അതർവൈസ് ഫോൾസ്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയേ, ആദ്യത്തെ എന്താ വരുന്നത്? ടി വരികയാണെങ്കിൽ അത് ട്രൂ, രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ. ഇനി ടി എഫ് വരികയാണെങ്കിലോ രണ്ടും ട്രൂ ആണോ? അല്ല, അപ്പോൾ ഫോൾസ്. ഇനി എഫ് ടി വരികയാണെങ്കിലോ രണ്ടും ട്രൂ അല്ല, സോ ഫോൾസ്. ഇനി എഫ് വരികയാണെങ്കിൽ രണ്ടും ട്രൂ അല്ല, സോ ഫോൾസ്. ക്ലിയർ ആണോ? ഇനി അടുത്തതിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. എക്സാമ്പിൾ ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നോയിങ്. ഇറ്റ് ഈസ് നോയിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ഇറ്റ്സ് എ ട്രൂ. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം കോൾഡ്. ഇതൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്താണ്. ഐ ആം കോൾഡ് എന്ന് പറഞ്ഞാൽ അതും ട്രൂ അല്ലേ? ഇനി പി ആൻഡ് ക്യൂ നമ്മൾ എങ്ങനെ എഴുതുക? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ആൻഡ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. അതായത് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോയിങ് ആൻഡ് ഐ ആം കോൾഡ്. രണ്ടും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ട്രൂ. അതാണ് ബ്രാക്കറ്റ് കൊടുത്തത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 4 + 3 = 7. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? യെസ്, ട്രൂ. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 2 > 5. 2 > 5 is, we know that it's false. So we want to write P and Q. P and Q എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 4 + 3 = 7 and 2 > 5. അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും മക്കളെ? പറഞ്ഞേ. ആദ്യത്തേത് ട്രൂ, രണ്ടാമത്തെ ഫോൾസ് അല്ലേ? അതായത് ട്രൂവും ഫോൾസ് രണ്ടും സെയിം അല്ല. അതപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ഫോൾസ്. ഈ മൂന്നാമത്തെ എക്സാമ്പിൾ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 6 ഈസ് എൻ ഓഡ് നമ്പർ. 6 ഈസ് എൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണോ? അല്ല, ഫോൾസ്. 3 + 5 = 6 എന്ന് പറഞ്ഞാൽ അതും ഫോൾസ്. അപ്പോൾ നമുക്ക് പി ആൻഡ് ക്യൂ എഴുതണം. 6 ഈസ് എൻ ഓഡ് നമ്പർ ആൻഡ് 3 + 5 = 6. രണ്ട് ഫോൾസ് ആണെങ്കിൽ ആൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. അപ്പോൾ ആൻഡ് ക്ലിയർ ആണ് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓർ എന്നാണ് പറയുക, ഡിനോട്ട് ചെയ്യുക വി. അപ്പോൾ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ജങ്ഷൻ. എനി ടു സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻഡ് ബൈ ദ വേർഡ് ഓർ to form a compound statement is called disjunction. Is it clear? ഇനി അതിലോട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് ഓർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ, പി ആൻഡ് ക്യൂ. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ്. ഹൗ വിൽ വി ഫൈൻഡ്? ദാറ്റ് ഈസ് വി ഹാവ് ഓൺലി 2 statements. സോ number of rows equal to 2 raised to number of statement or number of variables. So 2 raised to 2 means 4. അപ്പോൾ നമുക്കിവിടെ 4 റോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പി എന്ന് പറഞ്ഞ കോളത്തിൽ ആദ്യം 4ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആദ്യത്തെ 2 ട്രൂ കൊടുക്കുക, രണ്ടാമത്തെ 2 ഫോൾസ് കൊടുക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ 2 വീണ്ടും എന്ത് ചെയ്യുക? അതായത് ഈ 2 വീണ്ടും എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായി മാറും? ടി എഫ്, ട്രൂ ഫോൾസ് എന്ന് എഴുതി. ഇനി ഓറിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഫോൾസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? അതായത് പി ഓർ ക്യൂ എന്തായിരിക്കും? ഫോൾസ്. അതായത് ഇഫ് പി ഫോൾസ് ആൻഡ് ക്യൂ ഫോൾസ് ദെൻ പി ഓർ ക്യൂ ഈസ് ഫോൾസ്, അതർവൈസ് ട്രൂ. അപ്പോൾ പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ പി ഓർ ക്യൂ എന്തായിരിക്കും? ഫോൾസ്. അല്ലാത്ത കേസൊക്കെ എന്തായിരിക്കും? ട്രൂ. ക്ലിയർ ആണോ? അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി എക്സാമ്പിളായിട്ട് ഫസ്റ്റ് എക്സാമ്പിൾ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഡൽഹി ഈസ് ഇൻ ഇന്ത്യ. ഡൽഹി ഈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ. ഇനി ക്യൂ എന്ന് പറഞ്ഞത് 2 ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. 2 ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ എന്നാൽ നമുക്ക് കറക്റ്റ് അല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. ഇനി പി ഓർ ക്യൂ എഴുതണം. പി ഓർ ക്യൂ എങ്ങനെ എഴുതുക? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഓർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാം. അതായത് ഡൽഹി ഈസ് ഇൻ ഇന്ത്യ ഓർ 2 ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. രണ്ടും ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഇഫ് പി ട്രൂ ദെൻ ആൻഡ് ക്യൂ ട്രൂ ദെൻ പി ഓർ ക്യൂ ഈസ് ട്രൂ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫോൾസ് വരൂ, അല്ലാത്ത കേസ് ഫുൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 3 + 4 = 6. ട്രൂ ആണോ? അല്ല, ഫോൾസ്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കണ്ണൂർ ഈസ് ഇൻ കൊറിയ. അതും ഫോൾസ് അല്ലേ? അപ്പോൾ പി ഓർ ക്യൂ എങ്ങനെ നമ്മൾ എഴുതുക? 3 + 4 = 6 ഓർ കണ്ണൂർ ഈസ് ഇൻ കൊറിയ. അപ്പോൾ ഇഫ് പി ആൻഡ് ക്യൂ ഈസ് ഫോൾസ് ദെൻ പി ഓർ ക്യൂ ഈസ് ഫോൾസ്.
അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഓറിന് നമുക്കൊന്നും ജസ്റ്റ് അധികം ഒന്നും പറയാനില്ല, ആ ട്രൂത്ത് ടേബിൾ മാത്രം പഠിച്ചു വെക്കാം. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യുന്നതാണ് എക്സ്ക്ലൂസീവ് ഓർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും, അതായത് പിയും ക്യൂവും സെയിം ആണെങ്കിൽ പി എക്സ്ക്ലൂസീവ് ഓർ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. പി എക്സ്ക്ലൂസീവ് ഓറിന് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ, ഈ രീതിയിലും എഴുതാം, കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. കൺഫ്യൂഷൻ ആവരുത്, കറക്റ്റായിട്ട് ആ മൈൻഡിലോട്ട് വെക്കുക. ബൈ ഹാർട്ട് ചെയ്തോ ഇനി വേറെ ഏതെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തോ നമുക്ക് പഠിക്കാം. ഞാൻ പഠിച്ച മെത്തേഡാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് വൺ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ടി ആണ്, അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. ഇനി ടി എഫ്, അപ്പോൾ അതെന്തായിരിക്കും? ട്രൂ. എഫ് ടി എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണോ? അല്ല, അപ്പോൾ ട്രൂ. രണ്ടും സെയിം ആണല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആയതുകൊണ്ട് ട്രൂത്ത് വാല്യൂ എന്താണ്? എഫ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. എ ഗേൾ ക്യാൻ വിയർ എ സാരി ഓർ ചുരിദാർ. എടാ രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ഫോൾസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് രണ്ടിൻ്റെ ട്രൂത്ത് വാല്യൂ സെയിം ആണെങ്കിൽ ആ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ചെയ്യുന്ന സമയത്ത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. എ ഗേൾ ക്യാൻ വിയർ എ സാരി ഓർ ചുരിദാർ. നമുക്കറിയാം എ ഗേൾ ക്യാൻ വിയർ എ സാരി, വി നോ ദാറ്റ് ഇറ്റ്സ് എ ട്രൂത്ത്. ആൻഡ് എ ഗേൾ ക്യാൻ വിയർ എ ചുരിദാർ, അതും ട്രൂ ആണ്. രണ്ടും കൂടി ഒരുമിച്ച് ആർക്കെങ്കിലും വിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്പോൾ അത് ഫോൾസ് അല്ലേ. ഇനി അതേപോലെ അതായത് എ ഗേൾ കനോട്ട് വിയർ എ സാരി ഓർ ചുരിദാർ അറ്റ് എ ടൈം, therefore its truth value is false. രണ്ടാമത്തെ എക്സാമ്പിൾ, ദിസ് മോർണിംഗ് ഐ ക്യാൻ ഗോ ടു സ്കൂൾ ഓർ ഐ ക്യാൻ സ്റ്റേ അറ്റ് ഹോം. അതായത് ദിസ് മോർണിംഗ് ഐ ക്യാൻ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂത്ത് വാല്യൂ. ദിസ് മോർണിംഗ് ഐ ക്യാൻ സ്റ്റേ ഹോം എന്ന് പറഞ്ഞാൽ അതും ട്രൂ ആണ് അല്ലേ, രണ്ടും സെയിം അല്ലേ. അപ്പോൾ ദിസ് മോർണിംഗ് ഐ ക്യാൻ ഗോ ടു സ്കൂൾ ഓർ ഐ ക്യാൻ സ്റ്റേ ഹോം എന്ന് പറഞ്ഞാലോ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ. നെഗേഷൻ വളരെ എളുപ്പമാണ്. നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഈസ് എ പ്രൊപ്പോസിഷൻ ഓഫ് എനി ഗിവൺ പ്രൊപ്പോസിഷൻ പി ഈസ് ദി പ്രൊപ്പോസിഷൻ ഹൂസ് ട്രൂത്ത് വാല്യൂ ഈസ് ഓപ്പോസിറ്റ് ടു പി. വി ഹാവ് ഓൺലി ടു പ്രൊപ്പോസിഷൻ അല്ലേ, നമുക്ക് രണ്ട് പ്രൊപ്പോസിഷനുകൾ. ഏതൊക്കെയത്? ട്രൂ ആൻഡ് ഫോൾസ്. അപ്പോൾ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗേഷൻ പി. അപ്പോൾ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോൾസ്. അപ്പോൾ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ്. ഇനി പി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫോൾസ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ നെഗേഷൻ പി എന്തായിരിക്കും? ഫോൾസിന് നേരെ ഓപ്പോസിറ്റ് ട്രൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, പി. അപ്പോൾ പീൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആകെ രണ്ടെണ്ണേ വരൂ, അതായത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് റോസ് കണ്ടുപിടിക്കണമെങ്കിൽ 2⁻1. 2⁻1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആകെ 2 റോസേ ഉണ്ടായിരിക്കും. ഏതൊക്കെയത്? ഒന്നുകിൽ ട്രൂ ആവുക അല്ലെങ്കിൽ ഫോൾസ് ആവുക. അപ്പോൾ ആ രണ്ട് കേസ് മാത്രമേ ഉള്ളൂ. പി ട്രൂ ആവുന്ന കേസിൽ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ ഫോൾസ്. ഇനി പി ഫോൾസ് ആവുന്ന കേസിൽ നെഗേഷൻ പി എന്തായിരിക്കും? ട്രൂ. ക്ലിയർ ആണോ? എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടുഡേ ഈസ് സൺഡേ ആണെങ്കിൽ ടുഡേ ഈസ് സൺഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറ്റ്സ് എ ട്രൂത്ത് അല്ലേ. അപ്പോൾ എന്താ, ഇനിയിപ്പോൾ നെഗേഷൻ പി എടുക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് അതിനെ നെഗേറ്റ് ചെയ്യണം, അതായത് അതിനെ നെഗറ്റീവാക്കി മാറ്റുക. അപ്പോൾ നോക്കുക, ടുഡേ ഈസ് നോട്ട് സൺഡേ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ അത്? ഇനി അടുത്തത് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷൻ നമ്മൾ കണ്ടീഷണൽ എന്ന് പറയും. അവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് ഇഫ് ദെൻ, സിമ്പിൾ ഏരോ മാർക്ക്. അതായത് ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓഫ് ദി ഫോം ഇഫ് പി ദെൻ ക്യൂ സച്ച് പ്രൊപ്പോസിഷൻ ആർ സെറ്റ് ടു ബി കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പോസിഷനാണ് നമ്മൾ കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് പി ഇംപ്ലൈസ് ക്യൂ. ഇത് വായിക്കെങ്ങനെ? പി ഏരോ മാർക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യുക പി ഇംപ്ലൈസ് ക്യൂ. ഇനി നമുക്ക് ട്രൂത്ത് വാല്യൂ നോക്കാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനാണ് എന്തായാലും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പി എന്ന് പറഞ്ഞ കോളം ഇനി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ക്യൂ എന്ന് പറഞ്ഞ കോളം വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ടി എഫ് എങ്ങനെയാണ് വന്നതെന്ന് പറയണോ? വേണ്ട അല്ലേ, നമ്മൾ ഇതുവരെ പറഞ്ഞത് സെയിം കാര്യമാണ്. ഇനി പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുകയാണെങ്കിൽ ടേബിൾ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആദ്യത്തേത് ട്രൂവും, അതായത് പി ട്രൂവും രണ്ടാമത്തേത് ഫോൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. ഇഫ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫോൾസ് ദെൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫോൾസ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ ട്രൂ രണ്ടാമത്തെ ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഫോൾസ് ആവൂ, അതർവൈസ് ട്രൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോന്നിൻ്റെ ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നോക്കി ഫസ്റ്റത്തെ ഒന്ന് പറഞ്ഞേ.
ആദ്യത്തെ ട്രൂ, ആദ്യത്തെ ട്രൂ രണ്ടാമത്തതും ട്രൂ. അപ്പോൾ രണ്ടും ട്രൂ ആണെങ്കിൽ അത് ട്രൂ. ഇനി ആദ്യത്തെ ട്രൂ രണ്ടാമത്തത് ഫോൾസ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ എപ്പോഴും ട്രൂ ആയിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഫോൾസ് ആണെങ്കിൽ മാത്രമേ പി ഇംപ്ലൈസ് ക്യൂ എന്തായി മാറും, ഫോൾസ് ആയി മാറും. ക്ലിയർ ആണോ? ഇനി അടുത്തത് എഫ് ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രൂ ആണോ? അല്ല. അപ്പോൾ ഓൾറെഡി എന്തായിരിക്കും, അത് ട്രൂ ആയിരിക്കും. ആദ്യത്തെ ട്രൂ ആണോ നെക്സ്റ്റ്? അല്ല. അപ്പോൾ അതും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി എക്സാമ്പിൾ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? എനിക്ക് വിശക്കുന്നു. ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂ ആണ്. ഇനി അടുത്ത ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഐ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശരിക്കും? അത് ട്രൂ ആണ്. ഇനി പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് എഴുതണം. പി ഇംപ്ലൈസ് ക്യൂ എഴുതണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വേർഡ് ഇഫ് ദെൻ. സോ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ ഇഫ് ഐ ആം ഹംഗ്രി ദെൻ ഐ വിൽ ഈറ്റ്. അപ്പോൾ രണ്ടും ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആണല്ലോ അല്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ട്രൂ. നെക്സ്റ്റ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 2 + 8 = 6. 2 + 8 = 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ? ഫോൾസ്. അപ്പോൾ നോക്കിയേ എങ്ങനെ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എഴുതുക? ഇഫ് പി ദെൻ ക്യൂ. സോ ഇഫ് സൺ ഈസ് ഷൈനിങ് ദെൻ 2 + 8 = 6. അപ്പോൾ ആദ്യത്തെ ട്രൂ രണ്ടാമത്തെ ഫോൾസ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. ഇനി അടുത്തത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൊപ്പോസിഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ സച്ച് പ്രൊപ്പോസിഷൻ ആർ സെറ്റ് ടു ബി ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ബൈ കണ്ടീഷണൽ ക്യൂ. ഓർ ഇതിനെ നമുക്ക് വേറെ റീഡ് ചെയ്യുക പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊപ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുക? ബൈ കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഡിനോട്ട് ചെയ്യുന്നത് പി രണ്ട് സൈഡിലോട്ട് ഏറോ വെച്ചിട്ട്, അതായത് പി ബൈ കണ്ടീഷണൽ ക്യൂ അല്ലെങ്കിൽ റീഡ് ചെയ്യുക എങ്ങനെ? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. രണ്ട് രീതിയിൽ റീഡ് ചെയ്യുക. ടേബിൾ നോക്കുക, ട്രൂത്ത് ടേബിൾ നോക്കുക. പി എന്ന് പറഞ്ഞത് ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് കോളം നമ്മൾ എഴുതി. ഇനി പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓറായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. മറന്നു പോകരുത്, കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂവും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ട്രൂ. പിയും ക്യൂവും സെയിം ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. രണ്ടും ട്രൂ ആയിരിക്കണം, രണ്ടും ഫോൾസ് ആയിരിക്കണം. ആ കേസിൽ പി ബൈ കണ്ടീഷണൽ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ട്രൂ ആണ്. അപ്പോൾ നോക്കിയോ, ഫസ്റ്റ് വൺ ഈസ് T and second one is T, then P by conditional Q is true. Then first one is true, second one is false, then truth value is false. ആദ്യത്തെ ട്രൂ രണ്ടാമത്തെ ഫോൾസ്. അപ്പോൾ രണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ ഫോൾസ്. ഇനി അടുത്തത് ആദ്യത്തേത് F, രണ്ടാമത്തേത് T, then P by conditional Q is false. And last one is first one is F, second one is F, then P by conditional Q is true. അപ്പോൾ നോക്കിയേ ഇവിടെ രണ്ടും ഫോൾസ് ആണ്. രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ ട്രൂ വരൂ. അല്ലാത്ത കേസൊക്കെ എന്തായിരിക്കും? അത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ നോക്കുക കേട്ടോ. ഇനി എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് വൺ ഈസ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യു ക്യാൻ ടേക്ക് ദ ഫ്ലൈറ്റ്. എന്ന് പറഞ്ഞാൽ നമുക്കത് ഇറ്റ്സ് എ ട്രൂത്ത്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ യു ബൈ എ ടിക്കറ്റ്. അതും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പി ബൈ കണ്ടീഷണൽ ക്യൂ യൂസ് ചെയ്യുക, എഴുതുക? പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. പി ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം എങ്ങനെയാണ്? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? പി ബൈ കണ്ടീഷണൽ ക്യൂ എങ്ങനെയാണ് നമ്മൾ എഴുതുക? യു ക്യാൻ ടേക്ക് ദ ഫ്ലൈറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ബൈ എ ടിക്കറ്റ്. രണ്ടും ട്രൂ ആണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ, രണ്ടിൻ്റെ ട്രൂത്ത് വാല്യൂ സെയിം ആണെങ്കിൽ പി ബൈ കണ്ടീഷണൽ ക്യൂ എന്തായിരിക്കും? ട്രൂ. ഇനി നെക്സ്റ്റ് വൺ ഈസ് പി ഈക്വൽ ടു 2 > 3. 2 > 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്? ഫോൾസ്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 4 > 5. 4 > 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ? ട്രൂ. ഇനി പി ബൈ കണ്ടീഷണൽ ക്യൂ എങ്ങനെയാണ് നമ്മൾ എഴുതുക? പി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുക അല്ലേ? എങ്ങനെ നമ്മൾ എഴുതുക? ഏത് വേർഡ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 > 3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 4 > 5. രണ്ടും സെയിം ആണോ? രണ്ടിൻ്റെ ട്രൂത്ത് വാല്യൂ ഇവിടെ സെയിം ആണോ? അല്ല. അപ്പോൾ അതിൻ്റെ പി ബൈ കണ്ടീഷണൽ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഫോൾസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും നമ്മൾ ഇപ്പോൾ ഒരു 6 ഓപ്പറേഷൻ പഠിച്ച് വയ്ക്കില്ലേ? എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട്, 6 ഓപ്പറേഷൻ പഠിച്ച്. അപ്പോൾ ഇവിടെ ഇതിന് ഒരു
ഓപ്പറേഷൻ അതൊരു പ്രയോറിറ്റി വൈസ് നമുക്ക് പറയാനുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷനാണ്. നെഗേഷനാണ് നമ്മൾ പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത്. ദെൻ ആൻഡിന് കൊടുക്കുക, ദെൻ ഓർ, പിന്നെ ഇംപ്ലിക്കേഷൻ, പിന്നെ ബൈ കണ്ടീഷണൽ, പിന്നെ എക്സ്ക്ലൂസീവ് ഓർ. ഇതാണ് എന്ത് പ്രോബ്ലം ചെയ്യാനുള്ള ഓർഡർ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ താങ്ക് യു.